ಕನ್ನಡದಲ್ಲಿ 6 minus 5 is equal to 2 ಅಂತ. ನಾರ್ಮಲಿ 6 minus 5 1, ಇದು is equal to 2. ಇದೇ ಒಂದು ಕ್ಯೂರಿಯಾಸಿಟಿ ಜನರೇಟ್ ಮಾಡೋ ಒಂದು ಟೈಟಲ್. And recently Diya, no? Yeah, your friend Prithvi, he acted in, it was his debut movie? No, not debut. Yeah, Prithvi Ambar had acted in a movie called Diya, and that same director, you know, yeah, he directed that 6 minus 5 is equal to 2. ನೋಡಿದ್ರಾ ಯಾವ್ದು? ಸೊ ದಿಯಾ ಅಂದ್ರೆ ನಮ್ಮ ಡಾಟರ್, ಎಲ್ಡರ್ ಡಾಟರ್ ಹೆಸರು ದಿಯಾ, DIA ಅಂತ. ಎಕ್ಸಾಕ್ಟ್ಲಿ ನಾರ್ಮಲಿ DIY ಅಂತ ಹಾಕ್ತಾರೆ. ಓಕೆ, ದಿಸ್ ಇಸ್ ಔಟ್ ಆಫ್ ಟಾಪಿಕ್. ಸೊ ದಿಯಾ ಡೈರೆಕ್ಟರ್ ಮಾಡಿರುವಂಥ ಸಿನಿಮಾ ಇದು. ಡಿಯರ್ ದಿಯಾ, ಇದು ಅಂದರೆ ನಾವು ಹಾಲಿವುಡಲ್ಲಿ ವಿ ವಾಚ್ ಅಂದರೆ ಈ ಗೋಸ್ಟ್ ಟೈಪ್ ಮತ್ತು ಈ ಟ್ರೆಕಿಂಗ್ ಹೋಗೋದು, ಅಡ್ವೆಂಚರಸ್, ಮತ್ತು ಏನಾದರೂ ಕಳೆದು ಹೋಗೋದು, ಫೈಂಡಿಂಗ್ ದ್ಯಾಟ್ ಆ್ಯಂಡ್ ಮೆನಿ ಥಿಂಗ್ಸ್ ಹ್ಯಾಪನ್, ಆ ರೀತಿ ಮೂವಿ ಇದು. ಬಟ್ ಕನ್ನಡದಲ್ಲಿ ನಮಗೆ ವಿ ಗಾಟ್ ಟು ಸಿ ಈ ಟೈಪ್ ಆಫ್ ಕಾನ್ಸೆಪ್ಟ್ ಫಸ್ಟ್ ಟೈಮ್. ಸೊ ಇಟ್ ವಾಸ್ ಆಲ್ಸೋ ಒಂದು ಕ್ಯೂರಿಯಾಸಿಟಿ ಜನರೇಟ್ ಮಾಡಿರುವಂಥ ಒಂದು ಮೂವಿ. Hollywood we have seen a lot, but ಇದರಲ್ಲಿ ಒಂಥರ ಬೇರೆ ಡೆಬ್ಯೂಟ್ ಡೈರೆಕ್ಟർ ആയിരുന്നു ആ സമയത്ത്. ഈ സിനിമ ഞാൻ പറയാം, ഈ സിനിമ മലയാളത്തിൽ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടാവും. 2 hours ബിലോ ആയിരുന്നു, എനിക്ക് 2 hours മാക്സിമം. ചെറിയൊരു മൂവിയാണ്, ചെറിയ രീതിയിൽ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. വളരെയധികം ഹിറ്റായിട്ട്, ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ഇതായിട്ടുള്ള സിനിമ, ഹിറ്റായിട്ടുള്ള സിനിമ കൂടിയാണ്. ನೋಡಿದ್ರಾ ಯಾವ್ದು? ടൈറ്റിൽ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പോസ്റ്ററൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഒരു ക്യൂരിയോസിറ്റി കൊടുക്കുന്നതായിരുന്നു. ഹൊററാണ്, ഒരു അങ്ങനെയുള്ള ഒരു ഹൊററാണെന്ന് പറഞ്ഞാൽ ഇതൊരു ഈ സിനിമ പാരാനോർമൽ എന്ന് പറയുന്ന ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ കൂടിയാണിത്. അപ്പോൾ പാരാനോർമൽ ഉണ്ടോ ഇല്ലയോ അങ്ങനത്തെ സിനിമകൾ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ ഡയറക്ടർ ഈ പറയുന്നത് പാരാനോർമൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഇല്ല, അത് നമുക്ക് വിട്ടു തരികയാണ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ജഡ്ജ്, അതായത് നമ്മൾ കൺക്ലൂഷനിലെത്തണം പാരാനോർമൽ ആക്ടിവിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ബാക്കി കാര്യങ്ങൾ. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. പറയുകയാണെങ്കിൽ ബ്ലെയർ വിച്ച് പ്രൊജക്ട് എന്ന് പറയുന്ന ഹോളിവുഡിൻ്റെ ഒക്കെ പ്രൊജക്റ്റുകൾ, സിനിമ, അങ്ങനെ പ്രൊജക്ട് സിനിമയുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡാണ്, ഞാൻ അതാണെന്നല്ല ഞാൻ പറയുന്നത്, അതേപോലത്തെ ഷെയ്ഡിലാണ്. അപ്പോൾ അത് ഹോളിവുഡ് കണ്ടവർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. I think that might be my sister. You really think your sister could still be out there after all these years? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതൊരു പാരാനോർമൽ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. ക്യൂരിയോസിറ്റി, ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കും. 100% ഒറ്റയ്ക്കൊക്കെയാണ്, ഒരു ഇപ്പോൾ ടി വിയിലൊക്കെ ആണോ, ലാപ്ടോപ്പൊക്കെ വെച്ചിട്ടാണോ റൂമിലൊക്കെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ട് 6 minus 5 is equal to 2 എന്ന സിനിമ തീർച്ചയായിട്ടും ഹെഡ്ഫോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം തിയേറ്ററിൽ നല്ല സൗണ്ട് സിസ്റ്റം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒറ്റയ്ക്കൊക്കെ കാണുകയാണെങ്കിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുകയെന്ന് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല, കാരണം ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോഴേ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തിയേറ്ററിൽ നിന്ന് പോയിട്ടും ആ സിനിമയെ കുറിച്ച് വളരെയധികം റിവ്യൂ വന്നിട്ട് പിന്നെ അതൊരു സെക്കൻഡ് റിലീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടത് തിയേറ്ററിലല്ല, ഞാൻ വീട്ടിൽ, ഞാൻ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കണ്ടു പേടിച്ചിട്ടുള്ളത്. ನೋಡಿದ್ರಾ ಯಾವ್ದು? നല്ല സിനിമ എന്ന് പറയുമ്പോൾ ഏതാണ് നല്ല സിനിമ, ഏതാണ് ചീത്ത സിനിമ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. അതുപോലെ അപ്പം അങ്ങനെയൊന്നുമല്ല, കാണേണ്ട സിനിമ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഫൗണ്ട് ഫൂട്ടേജ് കോൺസെപ്റ്റാണ്. ബ്ലെയർ വിച്ച് എന്ന് പറയുന്ന പോലെ തന്നെ ഫൗണ്ട് ഫൂട്ടേജ് കോൺസെപ്റ്റാണ്. ഇതിൻ്റെ ഡയറക്ടർ ഡെബ്യൂട്ടൻ്റ് ആണ്. പുള്ളിയുടെ പേര് KS അശോക എന്നാണ്. ഡിയർ ദിയ,
26/2019. ನನ್ನ ಜೀವನದಲ್ಲಿ ಒಂದು ಅದ್ಭುತವಾದ ಘಟನೆ ನಡೆಯಿತು. My heart found its other half. ಪ್ರಪಂಚಕ್ಕೆ ನೀನೊಬ್ಬಳು ವ್ಯಕ್ತಿಯಾಗಿದ್ದೆ, ബട്ട് ನನಗೆ ನೀನೇ ಪ್ರಪಂಚ ಆಗ್ಬಿಟ್ಟೆ. ലേറ്റസ്റ്റ് ഹിറ്റ് സിനിമയുടെ പേര് ദിയ. അത് ഞങ്ങളുടെ മകളുടെ പേരാണ് പറഞ്ഞു, ദിയ. അതുകൊണ്ട് DIA എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ സിനിമ പോയി കണ്ടു. റീമേക്ക് ഉണ്ട്, വേറെ ലാംഗ്വേജിലും മലയാളത്തിലും റീമേക്ക് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹിന്ദിയിൽ ഓൾറെഡി അത് റൈറ്റ്സ് പോയിട്ടുണ്ടെന്ന് അറിയാൻ അതെ. ഹീറോ ആക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു പഴയൊരു കമലഹാസന്റെ കുറേ സിനിമകളുടെ ഒരു നൊസ്റ്റാൾജിക് ഗ്ലിംസ് ഒക്കെ തരുന്ന രീതിയിലുള്ള ഒരു ഇമോഷണൽ ട്രാക്കിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. ഒരു ലവ് ട്രാക്കാണ്, പക്ഷെ ഇമോഷണൽ ലവ് എന്ന് പറയുന്ന അത് കുറേ വർഷത്തിന് ശേഷം ട്രൂ ലവ് എന്നൊക്കെ പറയുന്ന സംഭവം. പക്ഷെ രസമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സിനിമയും കാണണം. നമ്മൾ വിചാരിക്കും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് റിയൽ ഫൂട്ടേജ് ആണെന്ന്. അത്രയും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. കാരണം അതിന് ലാംഗ്വേജിനും പ്രോബ്ലം ഇല്ല, കാരണം അതിൽ ഡയലോഗ്സ് വളരെ മിനിമലൈസ്ഡ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണുള്ളത്.